ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് കാട്ടിനകത്തുള്ള, അതായത് നല്ല കാടിനകത്തുള്ള ഒരു പള്ളിയിലേക്കാണ്. പള്ളിയിലേക്കെന്ന് പറയുമ്പോഴത്തേക്കിന് പള്ളിയിലേക്കുള്ള യാത്രകളാണ്. പക്ഷേ ഇത് കാടിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു പള്ളി, അതും തോമസ് ലീഹ സ്ഥാപിച്ച പള്ളി. ഇത് കാനനപാതയാണ്, നമുക്കറിയാം. ഇത് ശബരിമലയിലേക്കുള്ള റൂട്ടാണ്. ആ റൂട്ടിൽ ആണ്, നിലയ്ക്കലാണ് ഈ ഒരു പള്ളി വരുന്നത്. ഏഴര പള്ളികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഏഴര പള്ളികളിൽ ഒരു പള്ളിയാണിത്. പണ്ട് തോമസ് ലീഹ വന്ന സമയത്ത് മലയാറ്റൂരും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പള്ളിയാണ്. ഒരു പള്ളി നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്താണുള്ളത്. ഒരു പള്ളി ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് പള്ളികളുണ്ട്. എക്യുമെനിക്കൽ ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. തോമസ് ലീഹയുടെ ഈ ഒരു പള്ളീനെ എക്യുമെനിക്കൽ ചർച്ച്. എന്താണ് എക്യുമെനിക്കൽ ചർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എല്ലാ സഭകളും, ഓൾമോസ്റ്റ് എല്ലാ സഭകളും കൂടെ ചേർന്നിട്ട്, ഇപ്പോൾ കാത്തലിക്സിലാണെങ്കിലും റോമൻ കാത്തലിക്സിലാണെങ്കിലും അതല്ല മാർത്തോമയിലാണെങ്കിലും യാക്കോബയിൽ, എല്ലാ സഭകളും കൂടെ ചേർന്നിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പള്ളിയാണ്. നിലയ്ക്കലായിരുന്നു ഈ ഒരു പള്ളി. അപ്പോൾ അതിനുശേഷം കാടിനകത്തേക്ക് വന്നത്, നമ്മൾ പള്ളിയുടെ ബോർഡ് കഴിഞ്ഞിട്ട് നേരെ പള്ളിക്കകത്തേക്ക് കയറണം. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കാട്. വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പേടിച്ച് ഇരിക്കുകയാണ്. കാട്ടിൽ പോകുന്ന സമയത്താണ് ഇത് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. കാട്ടരുവിയുണ്ട്. കാട്ടരുവിയുടെ സൈഡിലായിട്ട് ബട്ടർഫ്ലൈസ് ഇങ്ങനെ വട്ടം കൂടിയിട്ട് ഇങ്ങനെ പറക്കുകയാണ്. നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ, കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ കാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാവുന്നത്. ഇങ്ങനെ മുഴുത്ത ടൈപ്പ്, വേറൊരു ടൈപ്പുള്ള ഒരു ബട്ടർഫ്ലൈസ് ആണ്. ആ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറക്കുകയാണ്. അപ്പോൾ അത് പിടിക്കാനായിട്ട് എമ്മിക്കുട്ടിയും ക്രിസ്റ്റോയൊക്കെ പോയി. കാർലോയും അതിൻ്റെ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കാട്ടരുവിയുണ്ട്. ഈ കാട്ടരുവിയിൽ നിന്ന് ഒരുപാട് മൃഗങ്ങൾ, പുലിയും ആനയും ഉൾപ്പെടെയുള്ള ഒരുപാട് മൃഗങ്ങൾ ഇതിൽ വന്നിട്ടാണ് ഇത് കുടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുപാട് മൃഗങ്ങൾ ഈ കാട്ടരുവി വരാറുണ്ട്. ഞങ്ങളുടെ ഇപ്പുറം തന്നെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കാർലോയൊക്കെ പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങാതെ അമ്മയുടെ കയ്യിൽ തന്നെ. സോ ക്രിസ്റ്റപ്പനും ഉണ്ട്, എമ്മിക്കുട്ടിയും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ വണ്ടിക്കാണ്, അതേ കിഡിനാണ് പോയത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, യാത്ര അടിപൊളിയായിരുന്നു. നമ്മുടെ വണ്ടിയിലാണെന്ന് പറഞ്ഞാലും യാത്ര നൈസായിരുന്നു. ഇവിടെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടിയിട്ട് കഴുകുന്നുണ്ട്. കഴുകിയതിന് ശേഷം ഈ അരുവിയിൽ കയറിയതിന് ശേഷമാണ് ആൾക്കാരെ പോകുന്നത്. ഇനി ഇവിടുന്ന് കാടാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാടാണ്. ഇവിടുന്ന് നേരെ നമ്മൾ വീണ്ടും പോവാണ്. അപ്പോഴും ആ ബട്ടർഫ്ലൈസ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര അടുത്ത് എന്ന് പറഞ്ഞാലും ഈ ബട്ടർഫ്ലൈസ് പറന്നു പോകത്തില്ല എന്നുള്ളതാണ്. തീരെ ചെറുതൊക്കെ പറക്കും, വലുതൊക്കെ നമ്മുടെ ചുറ്റും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എങ്ങനെ പറക്കുകയാണ്. ഇവരത് കണ്ടോ, അതിൻ്റെ അടുത്ത് തന്നെ ഇവർ നിൽക്കുകയാണ്, എംകുട്ടിയും ക്രിസ്റ്റപ്പനും ഒക്കെ. നമ്മളതിനെ തൊടുന്നില്ല. അപ്പോൾ അങ്ങനെ കാർലോ ബഹളം ഉണ്ടാക്കി നേരെ അതിനെയും വെച്ചുകൊണ്ട് നേരെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ ബൈക്ക് റൈഡേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്ക് റൈഡേഴ്സിനെയൊക്കെ കണ്ട് അവരെ കണ്ടപ്പോൾ ഒരു സമാധാനമായി. കാരണം അവരുടെ പുറകെ ഇനി പോയാൽ മതിയല്ലോ. അത്രയും കാടാണ്, ഗംഭീര കാടാണ്. ഗംഭീര കാടിനകത്തൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ബൈക്ക് റൈഡേഴ്സിൻ്റെ കൂടെ. സൈഡൊക്കെ കണ്ടോ, കൊക്ക പോലാണ്, താഴോട്ട് വലിയ കൊക്കയൊക്കെയാണ്. ഇവിടെ ശരിക്കും ആന, പുലി, സിംഹം, കടുവ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങുന്നതാണ്. പിന്നെ ഈ പള്ളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശബരിമല പാതയിലാണ്, നിലയ്ക്കലാണ് വരുന്നത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരണം. രാവിലെ വന്നിട്ട് ഒരു ഉച്ചയോടുകൂടി നമ്മൾ ഇറങ്ങിപ്പോകണം. ഇതാണ് പള്ളി കേട്ടോ, എക്യുമെനിക്കൽ ചർച്ച്. തോമസ് ലീഹ സ്ഥാപിച്ച പള്ളിയാണ്, എക്യുമെനിക്കൽ ചർച്ചാണ്. ഞങ്ങളുടെ വണ്ടി പുറകോട്ട് പോകുന്നു. ആ കയറ്റം അതുപോലത്തെ കയറ്റമായിരുന്നു. അങ്ങനെ കയറി പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നിലയ്ക്കൽ ചർച്ച്, നിലയ്ക്കൽ പള്ളി. ഇവിടെ ഇപ്പം രാവിലെ എങ്ങാണ്ട് കുർബാന ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശേഷം ഇത് തുറന്നിട്ടിരിക്കുകയാണ്. 24 hours തുറന്നിട്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അകലെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ നിലയ്ക്കൽ അവിടെ താമസിക്കാനായിട്ടുള്ള സ്റ്റേ ഒക്കെ അവിടെ റെഡിയാക്കി കൊടുക്കും. പിന്നെ അതുകൂടാതെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരുകയും ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെയാണ്. പിന്നെ വന്യജീവികളുടെ സംരക്ഷണം എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഇഷ്ടം പോലെ ആന, അതായത് ഞങ്ങൾ വരുന്നതിൻ്റെ അന്ന് പിറ്റേ ദിവസം, തലേ ദിവസം അവിടെ 9 ആന ഈ മുറ്റത്ത്, ഈ പള്ളിയുടെ മുറ്റത്ത്, ഈ മുറ്റത്ത് വന്നിട്ട് ഇവിടെ ഒരു മാവുണ്ട്, മാവേൽ കുത്തി ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ മാവൊക്കെ കാണിക്കാം. മാവേൽ കുത്തി മാവ് പെടുന്നില്ല. പക്ഷേ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ചേട്ടൻ പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ്. ഈ ചേട്ടനാണ് ഇവിടെ ടേക്കറായിട്ടുള്ള ചേട്ടനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അകം കാണാമെന്ന്. ഇതാണ് പള്ളിക്കകം. ചേട്ടാ പേരെന്തായിരുന്നു?
ബ്ലസ്സൻ. ചേട്ടനിപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ? ഞാനിവിടെ വന്നിട്ട് 16 വർഷമായി. 16 വർഷമായി. 83-ലാണ് ഇത് സ്ഥാപിക്കുന്നത്. 83-ലാണ് അവിടെ സ്ഥാപിക്കുന്നത്. നിലയ്ക്കലായിരുന്നു. ശരിക്കുള്ള തോമാശ്ലീഹയുടെ പള്ളി ഇതല്ല അല്ലേ? ഇല്ലായിരുന്നു, നിലയ്ക്കൽ ഒരു പട്ടണം തന്നെയായിരുന്നു. പ്രവാസം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഒരു പാണ്ടിപ്പട അക്രമകാരികൾ, കൊള്ളക്കാരുടെ അക്രമം ഉണ്ടായിരുന്നു. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇത് കളഞ്ഞു പൊളിച്ച് കാഞ്ഞിരപ്പള്ളി, നേരണം ഇങ്ങനെ സ്ഥലത്തേക്ക് കുടിയേറി പാർത്തു. പിന്നെ ഇത് വനമായിപ്പോയി. പിന്നെ ഫാമിൻ കോർപ്പറേഷൻ വക 100 ഏക്കർ സ്ഥലം പാട്ടപ്പുരയിടത്തിന് കൃഷിക്ക് വേണ്ടി കൊടുത്തു, കരിമ്പും കൃഷിക്ക് വേണ്ടി. അത് തെളിച്ച് ചെല്ലുമ്പോഴാണ് പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുകയും ക്രിസ്തീയ സഭകളെല്ലാം ഒന്നിച്ചു കൂടി അവിടെ പള്ളി വേണം തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമുക്ക് വനഭൂമി 5.5 ഏക്കർ സ്ഥലം വനഭൂമി വന്നു. നമ്മളൊരു എക്യുമെനിക്കൽ പ്രസ്ഥാനമായി. ഇവിടെ കോൺഫറൻസ് ഹാള്, ഡൈനിങ് ഹാള്, കിച്ചന് ഒക്കെ ഉണ്ട്. എല്ലാ സഭക്കാരും ഉണ്ട് ഇതിനകത്ത്. എല്ലാ സഭയുടെയും ഓരോ കുർബാനയും കാര്യങ്ങളൊക്കെ, അച്ഛന്മാരുടെ സെമിനാറുകൾ, യൂത്തിന്റെ ക്യാമ്പുകളൊക്കെ ഉണ്ടാവും. താമസിക്കാനുള്ള സൗകര്യം നമുക്ക് 40 റൂം തന്നെ ഉണ്ട്. 80 പേർക്ക് കിടക്കാം. പിന്നെ ഡോർമെറ്ററി ഉൾപ്പെടെ 200 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ ഈ വനത്തിനകത്താണെന്ന് ഓർത്തോണം ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര സംഭവം തന്നെയാണ്. ഇനി ഇവിടെ ചേട്ടാ പുലിയും ആനയൊക്കെ ഇറങ്ങും. ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. ഇവിടെയും പുലിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ആനയുടെ ശല്യം ഉണ്ടായിരുന്നു രാത്രിയിൽ. ആണോ? രാത്രിയിലാണ് കൂടുതൽ ശല്യം വരുന്നത്. മാവേ നോക്കി കാണാം. മാവേലൊക്കെ കുത്തി ശരിയാക്കി വെച്ചേക്കാം. ഇവിടെ ഒരു 9 എണ്ണം ഇവിടെ നിൽക്കുകയാണ് ഈ മാവേലി ചോട്ടില്. ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ആടി. പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊക്കോളൂ അല്ലേ? പടക്കം പൊട്ടിക്കുമ്പോൾ ആട്ടി ആടും. പിന്നെ പുലിയുടെ ശല്യമുണ്ട്, കടുവായുണ്ട്. ഇത് വനത്തിനുള്ളിലാണ്. വനമാണ്. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാനായിട്ട്. താഴെ ഒരു കുരിശടി ഉണ്ടല്ലോ, ഒരാൾ സ്പോൺസർ ചെയ്താ. കൽക്കുരിശല്ലേ? അതിന്റെ അവിടെ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. അവിടെ ഇന്നലെ ആന ഉണ്ടായിരുന്നു. ആണോ? ശരിക്കും വനമേഖലയാണ്. തോമാശ്ലീഹയുടെ പള്ളി വന്നതിന് ശേഷം തിരിച്ചിറങ്ങുമ്പോൾ തന്നെ ഇവിടെ ആനപ്പിണ്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ കുരിശ് ശരിക്കും കുത്തിപ്പൊളിച്ചാന്ന് പറയുന്നു. ആന കുത്തിപ്പൊളിച്ച രണ്ടാമത് വീണ്ടും ആരോ ചെയ്തു കൊടുത്തതാണിത്. ഈ കുരിശ് പാല് കുടിക്കുന്നുണ്ടോ? പാല് രണ്ടാമത്തെ ബിസ്ക്കറ്റ് ഉണ്ടോ? മോളൊക്കെ ചുമന്നിരിക്കും.
സോ അങ്ങനെ കുരങ്ങച്ചനെയൊക്കെ കണ്ട് ഞങ്ങൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന് യാത്രയായി നേരെ വീട്ടിലേക്ക് വന്നു. സോ ഈ യാത്ര ഒരു ഭയങ്കര അനുഭവമുള്ള ഒരു അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നാ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞേ.